ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സജ്ജനങ്ങളെ, ഭയം അഥവാ പേടി എന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടാത്തവർ വളരെ വിരളമായിരിക്കും. മനുഷ്യർക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിലുള്ള ഭയം സർവ്വസാധാരണമാണ്. സാധാരണയായി ഭയം തനിയെ ഉണ്ടാവുകയല്ല ചെയ്യുന്നത്, അതിനെ മനുഷ്യർ തന്നെ ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കുഞ്ഞു കുട്ടിയെ ഭക്ഷണം കഴിപ്പിക്കാനും മറ്റും അമ്മമാർ ഇങ്ങനെ പറയുന്നത് സാധാരണമാണ്. ദേ ഉമ്പാക്കി വരും, ഇത് കഴിച്ചില്ലേ നിന്നെ പിടിച്ചുകൊണ്ട് പോവും ട്ടോ എന്നൊക്കെ കുഞ്ഞിനെ ഭയപ്പെടുത്തിയാണ് അമ്മ ഇവിടെ കാര്യം സാധിക്കുന്നത്. രാത്രി സമയത്ത് കുഞ്ഞുങ്ങൾ വീട് വിട്ട് പുറത്തു പോകാതിരിക്കാനും മറ്റുമായി പ്രേതമുണ്ട്, പിശാചുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നതും സാധാരണമാണ്. ഇങ്ങനെ കുട്ടികളായിരിക്കുന്ന വേളയിൽ തന്നെ ഭയത്തിലേക്കുള്ള തറക്കല്ലിടുകയാണ് മുതിർന്നവർ ചെയ്യുന്നത്. ഭയം എന്ന അവസ്ഥയെ അറിയാതെ വളർത്തുന്ന ഒരു കുട്ടിക്ക് ലോകത്തിൽ ഒന്നിനെയും ഭയമുണ്ടാകുവാൻ തരമില്ല. ഭയം പലതരത്തിലുണ്ട്. ചിലർക്ക് ആനയെ ഭയം, കടുവ, പുലി ഇവ പോലുള്ള ജീവികളെ ഭയം. ചിലർക്ക് ഭൂതപ്രേത പിശാചുക്കളെ ഭയം. ചിലർക്ക് കടലിനെ ഭയം, കാറ്റിനെ ഭയം, ഇടിമിന്നലിനെ ഭയം, ഇരുട്ടിനെ പോലും ഭയം. അങ്ങനെ നീളുന്നു ഭയത്തിൻ്റെ തരംതിരിവുകൾ. ഇത്രയും പറഞ്ഞു വച്ചത് എന്തെന്നാൽ, ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ ഭയത്തിന് കൊടുത്തിരിക്കുന്ന നിർവചനം വിശകലനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. തന്നിൽ നിന്ന് അന്യമായ മറ്റൊന്നിനെ പറ്റിയുള്ള ചിന്ത എന്നതാണ് ഭയം. നോക്കൂ, ഇവിടെ രണ്ടാണ് ഉള്ളത്, നാമും മറ്റൊന്നും. ഇവിടെ നാം മാത്രമാണെങ്കിൽ ഭയം ജനിക്കുമോ? അപ്പോൾ ഒന്നിനെ ഭയമില്ല, അതായത് നമുക്ക് നമ്മളെ ഭയമില്ല. രണ്ടിനെയാണ് ഭയം, അതായത് നമ്മളല്ലാത്ത മറ്റൊന്നിനെ. എന്നിലും നിന്നിലും ഉള്ള ചൈതന്യം ഒന്ന് തന്നെ എന്ന് മനസ്സിലാക്കിയാൽ, സർവത്തെയും താനായി കണ്ട് ധന്യനായാൽ ജീവിതത്തിൽ ഭയത്തിന് സ്ഥാനമുണ്ടാവില്ല. അതുതന്നെയാണ് അദ്വൈത സിദ്ധാന്തവും. ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല, ഒന്ന് തന്നെ എന്നതാണ് അദ്വൈതം. മരുത്വാമലയിൽ സ്വാമി തൃപാദങ്ങൾ തപസ് ചെയ്യുമ്പോൾ പുലിയും പാമ്പും ഇരുവശങ്ങളിലായി കാവൽ നിന്നതും അതുകണ്ട് ഭയചകിതനായ ശിവലിംഗദാസ സ്വാമികളെ എല്ലാം ഒന്ന് തന്നെയല്ലേ എന്ന് പറഞ്ഞ് അനുനയിപ്പിക്കുന്നതും സ്വാമികളുടെ അദ്വൈത സിദ്ധാന്തമാണ് വെളിപ്പെടുന്നത്. 1913-14 കാലഘട്ടത്തിലാണ് സ്വാമി തൃപാദങ്ങൾ പെരിയാറിൻ്റെ തീരത്ത് ആലുവ മണപ്പുറത്തിനോട് അടുത്തായി അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. അവിടെ വെച്ച് തന്നെയാണ് 1924 പൗരസ്ത്യ ദേശത്തെ ആദ്യത്തെ സർവമത സമ്മേളനവും സ്വാമി നടത്തിയത്. സർവമത സമ്മേളനത്തിൻ്റെ ആപ്തവാക്യം ഇതായിരുന്നു: വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വേണ്ടിയാണ് എന്നതായിരുന്നു. പ്രകൃതി സുന്ദരവും ശാന്തിയും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷമാണ് ഇവിടെ കാത്തു സൂക്ഷിക്കുന്നത്. നാമെല്ലാം എത്രയോ ദേവാലയങ്ങളിൽ ദർശനത്തിനായി പോകുന്നു. ശാന്തിയും സമാധാനവും വഴിഞ്ഞൊഴുകുന്ന ഈ പുണ്യാശ്രമത്തിലെ ദർശനം നിങ്ങളുടെ മനസ്സിനെ നിർമ്മലപ്പെടുത്തുകയും അതിലൂടെ ശാന്തിയും സമാധാനവും കൈവരുകയും സർവവും ഒന്നാണ് എന്ന ബോധം നമ്മളിൽ ഉണരുകയും ഭയചിന്ത പാടെ അകലുകയും ആത്മവിശ്വാസം കൈവരുകയും ചെയ്യും. എല്ലാവർക്കും ഗുരുദേവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.